അപ്പോൾ ഇതിനാദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു 3 ഇഞ്ചിൻ്റെ പൈപ്പ് എടുക്കുക. ഒരു 25 സെൻറ്റിമീറ്റർ 3 ഇഞ്ചിൻ്റെ പൈപ്പ് എടുക്കുക. പിന്നെ ഒരു 1.5 ഇഞ്ചിൻ്റെ 50 സെൻറ്റിമീറ്റർ പൈപ്പ് എടുക്കുക. ഓക്കെ, ഇത് PVC പൈപ്പാണ്. പിന്നെ വേണ്ടത് വെച്ചാൽ ഒരു MTA വേണം, 1.5 ഇഞ്ചിൻ്റെ MTA. ഞാൻ ഇപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് അതിന് ജോയിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 1.5 ഇഞ്ചിൻ്റെ ഒരു MTൻ്റെ സ്റ്റോപ്പർ. ഓക്കെ, ഇതും അതേ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരു MCL വേണം. ഓക്കെ, ഇതിന് 30 രൂപ മറ്റാ മാർക്കറ്റിൽ വരുന്നത്, നിങ്ങൾക്ക് എല്ലാ ഷോപ്പിലും കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു ആൽക്കഹോളിക് സ്പ്രേ. ഓക്കെ, ഏതെങ്കിലും ഒരു ആൽക്കഹോളിക് സ്പ്രേ എടുത്താൽ മതി. ഗ്യാസ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ മെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത് ഗ്യാസാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ നമ്മൾ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഗിഫ്റ്റ് പേപ്പറെല്ലാം കട്ട് ചെയ്ത് ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് പേപ്പർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വർണ്ണ കളേഴ്സൊക്കെ ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു 4-5 കളർ എടുത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ ഇപ്പം അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യുക, ഹോളി കളർ യൂസ് ചെയ്യുക. ഇതിന് 5 രൂപ 10 രൂപ മറ്റേ മാർക്കറ്റിൽ വരുന്ന ഒരു കളറിന്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോപ്പ് ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിന് വേണ്ടത് വെച്ചാൽ ഒരു 1.5 ഇഞ്ച് ടു 3 ഇഞ്ചിൻ്റെ റെഡ്യൂസർ വേണം, 2 എണ്ണം. ഇത് 2 എണ്ണം വേണം. അപ്പം നമുക്കിത് ആക്കുന്നതിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം 3 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും റെഡ്യൂസർ കണക്ട് ചെയ്യാം. ഓക്കെ, 3 ഇഞ്ചിൻ്റെ റെഡ്യൂസർ കണക്ട് ചെയ്യാം. ഗമ്മിട്ടിട്ട് തന്നെ കണക്ട് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആക്കുന്നതാണ്, MCL ഇടാണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗമ്മ് യൂസ് ചെയ്തിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും വെറുതെ ഇങ്ങനെ ഇടാൻ പാടില്ല, ഡേഞ്ചറാണ്. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ ആ MTA അതിൻ്റെ ഒരു സൈഡ് ഫിറ്റ് ചെയ്യുക, ബാക്ക് സൈഡ് MTA ഫിറ്റ് ചെയ്യുക. ഓക്കെ, MTൻ്റെ ടോപ്പർ ഇങ്ങനെ ഊരാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് വശത്ത് നിങ്ങൾ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിലൊരു ഗ്യാസ് സ്റ്റൗവിൻ്റെ മറ്റേ ലൈറ്ററും കൂടെ ഫിറ്റ് ചെയ്താൽ ഇതിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ ഇതേപോലത്തെ ഒരു ഹോള് 3 ഇഞ്ചിൻ്റെ പൈപ്പിലിടുക, അതിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇത് ഫിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു സ്പാർക്ക് വരുന്ന എന്തെങ്കിലും സാധനം ഫിറ്റ് ചെയ്താൽ മതി. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം MCL ഇടാം. അതെന്തായാലും അങ്ങനെ വെറുതെ വെക്കാൻ പാടില്ല. ലൂസ് ഉണ്ടെങ്കിൽ MCL ഇട്ടിട്ട് തന്നെ ടൈറ്റ് ആക്കുക. ഒരു കാരണവശാലും ഒരു ഭാഗത്തേക്ക് കൂടി എയർ പുറത്തേക്ക് പോകാൻ പാടില്ല. അത്രക്കും ഭദ്രമായിട്ട് നമ്മൾ കെയർ ചെയ്യണം. മുമ്പിലെ കൂടി ആയാലും ബാക്കിലെ കൂടി ആയാലും ഒരു സൈഡിലും എയർ പുറത്തേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം MCL ഇട്ടിട്ട് ഉറപ്പിക്കാം. MCL ആക്കുന്നത് വെച്ചാൽ 2 ഈക്വലായിട്ട് എടുക്കുക. MCL അതിൽ 2 പീസ് ഉണ്ടാവും, അതിൽ 2 ഈക്വലായിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്താൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളറായിട്ടായിരിക്കും അത് കാണിക്കൽ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ബ്ലാക്ക് കളറായാൽ അപ്പോൾ റെഡിയായി നടത്തും. അത് നിങ്ങും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സൈഡിൽ ചുറ്റും ഒരു തരത്തിലും പുറത്തേക്ക് ഇത് പോവാത്ത രീതിയിൽ നല്ല രീതിയിൽ MCL ഇട്ടിട്ട് ഉറപ്പിക്കാം. മുകളിലും അതേപോലെ തന്നെ ഇതിൻ്റെ അടിവശത്തും MCL ഇട്ട് കൊടുക്കുക. കൈയും കൊണ്ട് നല്ല രീതിയിൽ ഇടാം. എന്നിട്ടൊരു 20-30 മിനിറ്റ് റെസ്റ്റ് ടൈം ഉണ്ട്. 20-30 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ അത് നല്ല രീതിയിൽ കല്ല് കണക്ക് ഉറക്കുന്നതായിരിക്കും. പിന്നെ ഒരു തരത്തിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നില്ല. അപ്പോൾ നമുക്കിതിൽ ടെസ്റ്റ് ചെയ്താൽ പോയാലോ. ഓക്കെ, ആദ്യം 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് അടച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അടച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു തരത്തിൽ എയർ പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ വർണ്ണക്കടലാസ് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നിറച്ചിട്ടുണ്ട് വർണ്ണക്കടലാസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. കുത്തി തുറക്കാൻ പാടില്ല, ലൂസായിട്ട് തന്നെ തുറക്കുക. കാരണം വെച്ചാൽ ടൈറ്റ് ആക്കാൻ പാടില്ല അധികം. അതിന് ശേഷം ഒരു സ്റ്റോപ്പർ, ഒരു പേപ്പർ കുറച്ച് ചുറ്റിയിട്ട് ഇതിന് സ്റ്റോപ്പായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് 10 പ്രാവശ്യം സ്പ്രേ അടിക്കുക. ഏതെങ്കിലും ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള സ്പ്രേ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് 10 പ്രാവശ്യം സ്പ്രേ അടിക്കാം.
അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇത് ടൈറ്റ് ആക്കുക. നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് ട്രിഗർ ചെയ്യുക, അടിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കളറാണ് കുറച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കളർ കുറച്ചും കൂടി ഇതിന് വേണ്ടി ബെറ്റർ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത് അടിച്ച് നോക്കിയാലോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കോപ്പി അടിക്കുന്നതെന്ന് പറയുന്നവരെ ശ്രദ്ധിക്കുക. നമ്മളിത് കാർബൈഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ചെയ്തിട്ടുണ്ടായത്. കാർബൈഡ് ഇതിലിട്ടിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്യാസ് ആക്കുന്നത് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കാർബൈഡ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ സ്പ്രേ തന്നെ യൂസ് ചെയ്തത്. പിന്നെ ഇതൊരു എക്സ്പെരിമെൻ്റാണ്, എല്ലാവരും ചെയ്ത് നോക്കലാണ്. ജിയോ മച്ചാൻ്റെ ഇപ്പം കളർ അടിക്കുന്നു അതേപോലെ തന്നെ പോപ്പ് ചെയ്യുന്നതും കണ്ടിട്ടാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആകുന്നുണ്ടോയെന്ന്. അപ്പോൾ 100% സക്സസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇത് ഗമ്മ് ഉപയോഗിച്ച് തന്നെ ഒട്ടിക്കുക. ഗമ്മില്ലാണ്ട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം വെച്ചാൽ ഊരി തെറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക്. അപ്പോൾ തുടർന്ന് ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ടെക് ഫോർ മല്ലൂസ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ബൈ ബൈ, സീ യു.